ഹായ് ഓൾ, എല്ലാവരെയും സുനിൽ ടോക്സിൻ്റെ വെറൈറ്റിയായ ഒരു കണ്ടന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ സുനിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനിൽ ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സമ്പന്നർ എങ്ങനെ അതിസമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. സമ്പന്നർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. സമ്പന്നരുടെ പ്രധാന വരുമാന മാർഗമാണ് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് 3 ബിസിനസ് രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഈ ടോപ്പിക്കിൽ 2 എണ്ണമാണ് പരിചയപ്പെടുന്നത്. അതിൽ ആദ്യത്തേതാണ് ട്രഡീഷണൽ മോഡൽ ഓഫ് ബിസിനസ് അഥവാ പരമ്പരാഗത ബിസിനസ്. എന്താണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കടയിൽ പോയി സാധനങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന രീതി. ഇതിനെയാണ് ട്രഡീഷണൽ ബിസിനസ് അഥവാ പരമ്പരാഗത ബിസിനസ് എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മുടെ റീറ്റെയിൽ ഷോപ്പിൽ എത്തുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. അതൊരു സോപ്പാകാം, ഒരു ചീപ്പാകാം, ഒരു പേസ്റ്റ് ആകാം, ഏതെങ്കിലും ആയിക്കോട്ടെ. ആ ഉൽപ്പന്നം നമ്മുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തുന്നതിനിടയിൽ ഒരുപാട് ഇടനിലക്കാർ വരുന്നു. അതായത് ഒരു കമ്പനിക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ വിതരണ ശൃംഖലകൾ ആവശ്യമാണ്. അതിന് അവർ ഒരു വിതരണ ഏജൻസി ഏൽപ്പിക്കുന്നു. ഒരു നാഷണൽ വിതരണക്കാർ, ഒരു സോണൽ വിതരണക്കാർ, ഒരു സ്റ്റേറ്റ് വൈസ് വിതരണക്കാർ, ഒരു ജില്ലാതല വിതരണക്കാർ, ഒരു ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടർ. അത് അങ്ങനെ വന്നിട്ടാണ് നമ്മൾ സാധാരണ റീറ്റെയിൽ ഷോപ്പിൽ എത്തുന്നത്. ഇവർക്കൊക്കെ ഈ ഉൽപ്പന്നത്തിന്റെ MRP ഫിക്സ് ചെയ്യുമ്പോൾ, അതായത് ഈ ഉൽപ്പന്നത്തിന്റെ വില ഫിക്സ് ചെയ്യുമ്പോൾ ഈ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന ചെലവ് കൂടി അതിൽ ഉൾപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ പരസ്യവും ചെയ്യുന്നു. അതായത് നമ്മളിപ്പോൾ പത്രം എടുത്ത് നോക്കിയാലും TV ഓൺ ചെയ്ത് നോക്കിയാലും നമ്മൾ മൊത്തം പരസ്യമാണ് കാണുന്നത്. എല്ലാ ഉൽപ്പന്നങ്ങളും പരസ്യമാണ് കാണുന്നത്. ഈ പരസ്യത്തിൽ അഭിനയിക്കുന്ന താരങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൊടുക്കുന്ന ചെലവുകളെല്ലാം ഏതാണോ ആ പ്രൊഡക്റ്റിന്റെ പരസ്യം വരുന്നത് ആ പ്രൊഡക്റ്റിന്റെ പരസ്യത്തിൽ ഇതിന്റെ എല്ലാ ചെലവുകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഒരു കസ്റ്റമർ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ഇടനിലക്കാർക്ക് കൊടുക്കുന്നതും ഈ പരസ്യത്തിന്റെയും എല്ലാ വിലയും ആ ഉൽപ്പന്നത്തിൽ ആഡ് ചെയ്യപ്പെടുന്നു. 60 രൂപയാണ് ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ വില വരുന്നത് ശരിക്കും ഒരു 3-4 ഇരട്ടി, അതായത് 30 രൂപയാണ് വരുന്നതെങ്കിൽ ഒരു 120 രൂപയെങ്കിലും സാധാരണക്കാരൻ കൊടുക്കേണ്ടി വരുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ. രണ്ടാമത്തെ ബിസിനസ് മോഡലാണ് ഓൺലൈൻ ബിസിനസ് അഥവാ ഇ-കോമേഴ്സ്. ഇന്ന് നമ്മൾക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് സമയനഷ്ടം വരുന്നു, നമുക്ക് ട്രാഫിക് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. നമ്മൾ ഒരു കടയിൽ ചെന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ബ്രാൻഡ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതിനാൽ തന്നെ ഓൺലൈൻ ബിസിനസ്സിനെ ആശ്രയിക്കുന്നു. ഇ-കൊമേഴ്സ് ബിസിനസ് മോഡലായ ആമസോണിന്റെ ഓണറായ ജെഫ് ബസൂസ് ഇന്ന് ലോക കോടീശ്വര സമ്പന്ന പട്ടികയിൽ 3ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ അവരെ ചൂഷണം ചെയ്യുന്ന കാര്യം എങ്ങനെ തെളിയിക്കാം എന്നാണ് ഞാൻ ഇനി പറയുന്നത്. ഒരു റീറ്റെയിൽ ഷോപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അവലോകനം ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് റീറ്റെയിൽ ഷോപ്പിൽ എന്താണ് കാര്യം നടക്കുന്നത്? അതിന്റെ ഓണർ വരുന്നു, ഷട്ടർ പൊക്കുന്നു, കച്ചവടം ചെയ്യുന്നു, പൈസ വാങ്ങി പെട്ടിയിലിടുന്നു. അതെല്ലാം നടക്കുന്നത്. ഇനി അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഒരു റീറ്റെയിൽ ഷോപ്പിൽ 2 തരം ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക. ആദ്യത്തെ ഉൽപ്പന്നം ആ റീറ്റെയിൽ ഷോപ്പുകാരന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ. ഉദാഹരണത്തിന് ഒരു നാരങ്ങ വെള്ളം എടുക്കാം. ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന് എന്ത് ചെലവ് വരും? ഒരു നാരങ്ങയുടെ പകുതി 1-2 സ്പൂൺ പഞ്ചസാര, വെള്ളം, ഇത് കൂട്ടിയല്ലേ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഇത്രയും ചേർത്ത് ഉണ്ടാക്കാം. അതിന് എന്ത് ചെലവ് വരും? 3 രൂപയോ 4 രൂപയോ വരാം. ഈ സ്വന്തം ഉൽപ്പന്നം വിൽക്കുമ്പോൾ മിനിമം ഒരു 10 രൂപയ്ക്കെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. അതിന് താഴാരും കൊടുക്കണമെന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എല്ലായിടത്തും കൊടുക്കുന്നത് 10 രൂപയ്ക്കും 15-20 രൂപയ്ക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റും ഈ 3 രൂപയ്ക്ക് തന്നെ കിട്ടുന്ന ഈ നാരങ്ങ വെള്ളം 10 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്ര അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? 3 രൂപയ്ക്ക് കിട്ടുന്നത് 7 രൂപയ്ക്ക് കിട്ടുമ്പോൾ അവിടെ 233% പ്രോഫിറ്റാണ് ഉണ്ടാകുന്നത്. അടുത്ത 4 രൂപയ്ക്കാണെങ്കിലോ, അതായത് ഒരു നാരങ്ങ വെള്ളത്തിന് 4 രൂപ വെച്ച് ചെലവ് വന്നു. അത് 10 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 150% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ റീറ്റെയിൽ ഷോപ്പുകാരന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ മാത്രമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്വന്തം ഉൽപ്പന്നങ്ങളാണ് ഒരു ഷോപ്പിൽ കൂടി നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഇനി ഡിസ്ട്രിബ്യൂട്ടർ ഏജൻസികൾ വഴി വിതരണം ചെയ്യുന്ന പ്രൊഡക്ട്സ് നോക്കാം. അതല്ലെങ്കിൽ
ആ ഷോപ്പുകാരൻ അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി അടുത്ത പട്ടണത്തിൽ പോയോ വേറെ റീറ്റെയിൽ ഷോപ്പിൽ നിന്നോ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ രണ്ടാലും സെയിം ആണ്. ഹോൾസെയിൽ റേറ്റിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിലാണ് ആ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ ഷോപ്പുകാരന് കിട്ടുന്നത്. അത് വിൽക്കുമ്പോൾ അതിനകത്ത് എന്തോരം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും? കൂടിയ 10 രൂപ, 15 രൂപ, 20 രൂപ, 25 രൂപ. അതായത് ഒരു 90 രൂപ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നം ഒരു 100 രൂപയ്ക്ക് കൊടുത്താൽ 10 രൂപയല്ലേ കിട്ടുകയുള്ളൂ. ഇനി ഒരു 400 രൂപയ്ക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് 500 രൂപയ്ക്ക് കൊടുത്താലോ 100 രൂപ ലാഭം കിട്ടും. 800 രൂപയാണ് ഒരു ഉൽപ്പന്നത്തിന് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നത്. അത് 1000 രൂപയ്ക്ക് വിറ്റാലോ 200 രൂപ പ്രോഫിറ്റ് കിട്ടും. അവിടെ 25% പ്രോഫിറ്റ് മാത്രമേ നേടാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ മനസ്സിലാക്കേണ്ട കാര്യം, സ്വന്തം ഉൽപ്പന്നങ്ങൾ വിറ്റാൽ മാത്രമാണ് പ്രോഫിറ്റ് കാര്യമായിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഡിസ്ട്രിബ്യൂട്ടർ ഏജൻസി വഴി അല്ലെങ്കിൽ മറ്റുള്ള കടകളിൽ നിന്നോ മറ്റുള്ള ഏജൻസികൾ കൊണ്ടുതരുന്ന സപ്ലൈ തരുന്ന സാധനം വിറ്റാൽ അവർക്ക് കാര്യമായിട്ട് പ്രോഫിറ്റ് നേടാൻ കഴിയുന്നില്ല. 30 രൂപ ആക്ച്വലി മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്ന ഒരു ഉൽപ്പന്നമാണ് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് 130, 140 രൂപ കൊടുത്തൊരു കസ്റ്റമർ വാങ്ങേണ്ടി വരിക. അവിടെ എത്ര ശതമാനം പ്രോഫിറ്റാണ് ഇടനിലക്കാർക്ക് കൊടുക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഈ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന റീറ്റെയിൽകാരെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. അവർ കഴിഞ്ഞ 5 വർഷമായിട്ട് 10 വർഷമായി 15 വർഷമായി 20 വർഷമായി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ജീവിതത്തിൽ കാര്യമായ മാറ്റം എന്തെങ്കിലും ഉണ്ടാവും. അവരൊരു വീട് പണിതിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു കാർ എടുത്തിട്ടുണ്ടാവും, മക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടാവും. പക്ഷെ അവരൊരു സമ്പന്ന പട്ടികയിൽ, കേരളത്തിന്റെയോ ലോകത്തിന്റെയോ സമ്പന്ന പട്ടികയിൽ കയറാൻ മാത്രം ഒന്നും വരുമാനം നേടാൻ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ അടികൊള്ളാൻ ചെണ്ട, കാശ് വാങ്ങാൻ മാരാർ എന്നതുപോലെ അടി മേടിച്ചുകൊണ്ടിരിക്കുന്ന ചെണ്ടകളാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കച്ചവടക്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമ്പന്നർ എങ്ങനെയാണ് അതിസമ്പന്നരാകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ആൻസർ ഇതാണ്. ആരാണോ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്, ആരാണോ ഏറ്റവും കൂടുതൽ അവർ വിതരണ ശൃംഖല അവരെ ഉപയോഗിച്ച് വിതരണം ചെയ്യുന്നത്, ആരാണോ ഇന്ത്യയിലും കേരളത്തിലുള്ള കടകളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തമായി വിതരണം എത്തിക്കുന്നത്, അവർ കടകളിലൂടെ വിറ്റെടുക്കുന്നവരാണ് ഇന്ന് കോടീശ്വരന്മാരെ കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്ത് വരുമാനം നേടുന്നവരാണ് കോടീശ്വരന്മാരായി കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിവോ തിരിച്ചറിവോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതുവരെ നന്ദി, നമസ്കാരം.